യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. തിരുവചനത്തിൽ നിന്ന് ഒരു ആത്മീയ ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം, അതിൻ്റെ 17-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. സദൃശ്യവാക്യം 17-ാം അധ്യായം, അതിൻ്റെ 17-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ശ്രദ്ധിക്കണമേ, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സഹോദരനായി തീരുന്നു. സത്യമാണ്. യഥാർത്ഥ സ്നേഹിതനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? നിന്റെ ജീവിതത്തിൽ ഒരു ആപത്ത് സംഭവിക്കുമ്പോൾ ആ ആപത്ത് ഘട്ടത്തിൽ ഓടി അരികിലെത്തുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ എന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ ഒരു ആപത്ത് വരുമ്പോൾ കൈയൊഴിഞ്ഞു പോകുന്നവനല്ല യഥാർത്ഥ സ്നേഹിതൻ. നിന്റെ ജീവിതത്തിൽ ഒരാപത്ത് കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ സ്തോത്രം ഓടിയെത്തുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, വചനം പറയുന്നു, നിന്റെ കൂട്ടുകാരന് സ്തോത്രം നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. സത്യമാണ്. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൻ്റെ അകത്തൊരു അനർത്ഥം കടന്നു വരുന്ന സമയത്ത് ആരാണ് ഓടി അരികിൽ വന്ന് നിന്നെ സഹായിക്കുന്നത്? അവനാണ് യഥാർത്ഥ സ്നേഹിതൻ. ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം നമ്മളെ ഒപ്പം ഏതാപത്തിനും ഏത് അനർത്ഥത്തിൻ്റെ നടുവിലും നമ്മളെ കൈവിടാത്തൊരു നല്ല സ്നേഹിതനായ ഒരു സുഹൃത്തുണ്ട്. അവൻ്റെ പേരത്തിൽ നസറനായ യേശു. നിശ്ചയമായിട്ടും ആ യേശുവിൻ്റെ സംരക്ഷണവും കാവലും നമ്മളോടൊപ്പം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.